എൻ ലംഘനങ്ങൾ ഞാനവനോട് അറിയിച്ചപ്പോ എൻ പാപത്തിൻ്റെ കുറ്റം അവൻ ക്ഷമിച്ചു തന്നു. പാട്ടോടെ ഞാനവനെ പുകഴ്ത്തിടുമേ, ഘോഷിച്ചിടും ഞാനവൻ്റെ ഗുണഗണങ്ങൾ. പാട്ടോടെ ഞാനവനെ പുകഴ്ത്തിടുമേ, ഘോഷിച്ചിടും ഞാനവൻ്റെ ഗുണഗണങ്ങൾ. സങ്കടങ്ങൾ ഞാനവനോട് അറിയിച്ചപ്പോ എൻ അന്തരംഗം ആശ്വാസത്താൽ തിരിഞ്ഞു വന്നു. എൻ സങ്കടങ്ങൾ ഞാനവനോട് അറിയിച്ചപ്പോ എൻ അന്തരംഗം ആശ്വാസത്താൽ നിറഞ്ഞു വന്നു. അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം തെല്ലും ലജ്ജിച്ചതില്ല. അവങ്കലേക്കു നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം തെല്ലും ലജ്ജിച്ചതില്ല. എൻ വേദനകൾ ഞാനവൻ അറിയിച്ചപ്പോൾ തൻ വൻകൃപയെനിക്കു തന്നു. വേദനകൾ ഞാനവനോട് അറിയിച്ചപ്പോ തൻ വൻകൃപയെനിക്കു പരൻ പകർന്നു തന്നു. സൗഖ്യമാക്കും യഹോവയൻ പിതാവാകയാൽ സൗഖ്യമെൻ്റെ അവകാശം സംശയമില്ല. ലംഘനങ്ങൾ ഞാനവനോട് അറിയിച്ചപ്പോ എൻ പാപത്തിൻ്റെ കുറ്റം അവൻ ക്ഷമിച്ചു തന്നു. പാട്ടോടെ ഞാനവനെ പുകഴ്ത്തിടുമേ, ഘോഷിച്ചിടും ഞാനവൻ്റെ ഗുണഗണങ്ങൾ. പാട്ടോടെ ഞാനവനെ പുകഴ്ത്തിടുമേ, ഘോഷിച്ചിടും ഞാനവൻ്റെ ഗുണഗണങ്ങൾ. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹവന്ദനം അറിയിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് റോമാലേഖനം 5-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങൾ ഓർപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഏക മനുഷ്യൻ്റെ ലംഘനവും ഏകൻ്റെ അനുസരണവും എന്ന വിഷയമാണ്. വാക്യപ്രകാരമാണ്: ഏകൻ്റെ ലംഘനത്താൽ അനേകർ മരിച്ചുവെങ്കിൽ ദൈവകൃപയും ഏക മനുഷ്യനായ യേശു ക്രിസ്തുവിൻ്റെ കൃപയാലുള്ള ദാനവും അനേകർക്ക് വേണ്ടി ഏറ്റവും അധികം കവിഞ്ഞിരിക്കുന്നു. ഏകൻ പാപം ചെയ്തതിൻ്റെ ഫലവും ദാനത്തിൻ്റെ കാര്യവും ഒരുപോലെയല്ല. ഏകൻ്റെ പാപം ശിക്ഷാവിധി കൽപ്പിപ്പാൻ ഹേതുവായി തീർന്നു. കൃപാപരമോ അനേക ലംഘനങ്ങളെ മോചിക്കുന്ന നീതീകരണ വിധിക്ക് ഹേതുവായി തീർന്നു. ഏകൻ്റെ ലംഘനത്താൽ മരണം ആ ഏകൻ നിമിത്തം വന്നുവെങ്കിൽ കൃപയുടെയും നീതിദാനത്തിൻ്റെയും സമൃദ്ധി ലഭിക്കുന്നവർ യേശുക്രിസ്തു എന്ന ഏകനിൽ നിന്നും ഏറ്റവും അധികമായി ജീവനിൽ വീഴും. ആദ്യ മനുഷ്യനായ ആദാമിനെ ദൈവം സൃഷ്ടിച്ച അനന്തരം അവനോട് മാത്രമായി പറഞ്ഞ കാര്യമാണ് നന്മതിന്മകളുടെ അറിവിൻ്റെ വൃക്ഷഫലം തിന്നരുതെന്നും തിന്നുന്ന നാളിൽ നീ മരിക്കുമെന്നുള്ള മുന്നറിയിപ്പ്. ഏദൻ തോട്ടത്തിൽ ആക്കപ്പെട്ട മനുഷ്യന് കൂട്ടാളിയായി സകല മൃഗങ്ങളും കൂടെ ഉണ്ടായിരുന്നെങ്കിലും ആദാമിൻ്റെ ഏകാന്തതയെ ദൈവം മനസ്സിലാക്കി അവന് തക്ക ഒരു തുണയെ, പ്രത്യുത ഇണയല്ല തുണയെ ദൈവം ആദാമിന് വാരിയിൽ നിന്നും ഉണ്ടാക്കി കൊടുത്തു. അവൾ അവൻ്റെ മുമ്പിൽ എത്തപ്പെട്ടപ്പോൾ ആരും പറയാതെ പറഞ്ഞ കാര്യമാണ്: ഇവൾ എൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും മാംസത്തിൽ നിന്നും ഉണ്ടാക്കപ്പെട്ടവളാണ്. സന്തോഷത്തിൻ്റെ ദിനരാത്രങ്ങൾ പലതും കഴിഞ്ഞുപോയി. ദൈവത്തിൻ്റെ സ്വരൂപം സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനെ കണ്ട നാൾ മുതൽ സാത്താന് സഹിക്കവയ്യ. മാത്രമല്ല, ഭൂമിയിലുള്ള സകലത്തിന്മേലും വാഴുവാനുള്ള അധികാരവും അവന് കൊടുത്തിരുന്നു. എങ്ങനെയെങ്കിലും ദൈവത്തിൽ നിന്ന് അകറ്റിക്കളവാൻ അവൻ തന്ത്രങ്ങൾ മെനഞ്ഞു. ദൈവത്തിൻ്റെ തേജസ് ആദാമിനുണ്ടായിരുന്നതിനാൽ സാത്താന് ആദാമിനെ സമീപിക്കാൻ സാധ്യമല്ല. അതിനാലാണ് ഹവ്വായെ സാത്താൻ പരീക്ഷണ വസ്തുവായി ഉപയോഗിച്ചത്. സാത്താൻ്റെ വശീകരണത്തിൽ ഹവ്വായെ സാത്താൻ വീഴ്ത്തി. അവൾ പഴം പറിച്ചു നിന്നെങ്കിലും അവൾക്കൊന്നും ഭവിച്ചില്ല. അതോടെ സാത്താൻ്റെ വാക്കുകളെ അവൾ അധികം വിശ്വസിച്ചു. തിന്ന ഫലത്തിൻ്റെ ബാക്കി ആദാമിന് കൊടുത്തു. ഉടനെ അവൻ്റെ കണ്ണ് തുറന്നു. ഇരുവരും നഗ്നരെന്ന് കണ്ട് ഇലകൾ കൊണ്ട് തങ്ങളുടെ നഗ്നത മറച്ചു. അങ്ങനെ ഏക മനുഷ്യനാൽ ലംഘനം ചെയ്തതിൻ്റെ വെളിച്ചത്തിൽ പാപം പിന്നത്തേതിൽ സകല മനുഷ്യരിലേക്കും പരന്നു. ദൈവം ദമ്പതികളെ തോട്ടത്തിന് പുറത്താക്കി കെരൂബുകളെ കാവൽ ചെയ്തു. ദൈവത്തിങ്കിലേക്ക് മടങ്ങിച്ചെല്ലുവാനും പ്രായശ്ചിത്തം ചെയ്യുവാനും അവർ ശ്രമിച്ചുവെങ്കിലും സംഗതി നടന്നില്ല. എന്നാൽ നഷ്ടപ്പെട്ട മനുഷ്യകുലത്തെ വീണ്ടെടുക്കുവാനുമായി ദൈവമായിരുന്നവൻ തൻ്റെ മഹത്വം വിട്ടിട്ട് ഈ താണഭൂമിയിലേക്ക് വന്നു.
സന്തോഷം സമാധാനം നഷ്ടപ്പെട്ട മനുഷ്യന് മഹാസന്തോഷം നൽകി. ദൈവമായ മനുഷ്യനായി ജന്മമെടുത്തു. പിതാവിൽ നിന്ന് ലഭിച്ച നിർദ്ദേശപ്രകാരം ക്രൂശിലെ മരണം വരെ യേശു അനുസരണമുള്ളവനായി. മനുഷ്യവർഗത്തിന് നഷ്ടപ്പെട്ട പറുദീസയിലേക്ക് ക്രൂശിൽ യേശുവിനോടൊപ്പം കിടന്ന കള്ളനെ രക്ഷിച്ച് പറുദീസയിൽ പ്രവേശിപ്പിച്ചു. കാൽവറിയിൽ 3 ആണികളാൽ തൂങ്ങിക്കിടക്കുമ്പോഴും നഷ്ടപ്പെട്ട മനുഷ്യനെ ഒരു കൈയിൽ പിടിച്ചും മറ്റേ കൈ പിതാവിങ്കിലേക്ക് നീട്ടി ലംഘനം ചെയ്ത ദൈവത്തിൽ നിന്ന് അകന്നുപോയ ആ മനുഷ്യനെ പിതാവിങ്കിലേക്ക് മടക്കി ഏൽപ്പിച്ചു. കാൽവറിയിൽ ചൊരിയപ്പെട്ട തൻ്റെ ചങ്കിലെ ചോരയായി വീണ്ടെടുത്ത് ശുദ്ധീകരിച്ച് യേശുവിൻ്റെ സ്വന്തം മക്കളാക്കി പിതാവിൻ്റെ സന്നിധിയിൽ വീണ്ടെടുക്കപ്പെടുവാൻ വേണ്ടി അവരെ ദുഷ്ടം നിറഞ്ഞ ഭൂമിയിൽ ദുഷ്ടം കാണാതെ സൂക്ഷിക്കപ്പെടുവാനും പിതാവിനോട് അപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ഏകൻ്റെ ലംഘനം മൂലം അനേകർ പാപികളായി തീർന്നുവെങ്കിൽ ഏകമനുഷ്യനായ യേശു ക്രിസ്തുവിനെ ഒടുക്കത്തെ ആദാമെന്ന് വിശേഷിപ്പിക്കുന്നത് ക്രൂശമരണത്തോളം അനുസരണമുള്ളവനായി തീർന്നതുകൊണ്ട് ഇനി മനുഷ്യൻ്റെ പാപപരിഹാരത്തിന് ഒരു കർമ്മവും ആവശ്യമില്ല. യേശുവിൽ വിശ്വസിച്ചാൽ മാത്രം മതി. ആകയാൽ ഈ രക്ഷകനെ കണ്ടുമുട്ടാത്തവർക്ക് ഇത് നല്ലൊരു അവസരമാണ്. ഏൽപ്പിച്ചു കൊടുക്കുക. ദൈവമായ കർത്താവ് നിങ്ങളെവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. തിരുവചന ഭാഗം തുടർന്നും ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത തിരുവചനവുമായി നമുക്ക് വീണ്ടും കാണാം.